ഒരു സംശയമുണ്ട്. എങ്ങനെയാണ് ഈ മുട്ടയ്ക്കകത്ത് മുളക് പൊടി വെക്കുന്നത് ഒന്ന് പറയാമോ? മുട്ടയ്ക്കകത്ത് മുളക് പൊടി വെക്കുന്നതിന് സാങ്കേതിക വിദ്യ എന്തായാലും യൂത്ത് കോൺഗ്രസ് പരിചയമില്ലാത്തതാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ വെഞ്ഞാറമൂട്ടിൽ ഇന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത് രാവിലെ യൂത്ത് കോൺഗ്രസുകാരെ കരുതൽ തടങ്കലിൽ എടുക്കുന്നു. അത് അന്വേഷിക്കാൻ പോയ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് പഞ്ചായത്ത് മെമ്പറുമായ BK ഹരിയെ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ മാരകായുധങ്ങളുമായി DYFIയുടെ ഗുണ്ട, ഇവിടുത്തെ LC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തലക്കടിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു പല്ല് നഷ്ടപ്പെട്ടു. അല്ല, ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായി പറയുന്നു. പോലീസ് സ്റ്റേഷനകത്ത് വെച്ചാണ് ആക്രമിക്കുന്നത്. ദൃശ്യങ്ങളാണ് സംസാരിക്കുന്നത്, റിപ്പോർട്ടറല്ല. സ്റ്റേഷനുള്ളിൽ CPMന്റെ നേതാക്കൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളുണ്ട് അല്ലേ? സംഭവിച്ചിട്ടുണ്ട്, ദൃശ്യങ്ങളുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. CPMന്റെ അറിവ് എന്താണെന്നുള്ളത് നമുക്കിവിടെ വിഷയമല്ല. കാര്യം ഇത് പകൽ പോലെ വ്യക്തമാണ്. കാര്യം പ്രിവന്റീവ് അറസ്റ്റ് ചെയ്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആളും കൂട്ടിയല്ല പോയത്, ഒറ്റയ്ക്കാണ് പോകുന്നത്. അദ്ദേഹം സ്റ്റേഷന് പുറത്ത് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ LC സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം കയ്യിൽ മാരകായുധങ്ങൾ എന്ന് പറഞ്ഞാൽ പാര പോലെയുള്ള നമ്മുടെ ഇരുമ്പ് പൈപ്പ് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൃഗീയമായി ഉപദ്രവിച്ചു. പക്ഷെ നിങ്ങളുടെ നേതാക്കളല്ലേ തെരുവിൽ നേരിടും, എണ്ണി അടിക്കും എന്നൊക്കെ പറഞ്ഞത്? അപ്പൊ അങ്ങോട്ടടിച്ചാൽ ഇങ്ങോട്ട് വഴി ഉണ്ടാവും. അല്ല, തെരുവിൽ നേരിടും എന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പറയാനുണ്ടായ സാഹചര്യം എന്താണ്? എന്നാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയതെന്ന് നമ്മൾ ആലോചിക്കണം. ഇത് നമ്മുടെ ഈ യാത്ര തുടങ്ങുമ്പോൾ തുടങ്ങിയ അക്രമമാണ്. അത് യൂത്ത് കോൺഗ്രസ്സുകാരെ കല്യാശ്ശേരിയിൽ നിന്നും തുടങ്ങിയ അക്രമം അത് ഏകദേശം നമ്മുടെ കൊല്ലം വരെ എത്തുമ്പോൾ എത്രയോ നിരപരാധികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ചെറിയ മർദ്ദനങ്ങളല്ല, ക്രൂരമായ മർദ്ദനങ്ങളാണ് ഏറ്റത്. അവരുടെ ജീവൻ തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് കോൺഗ്രസ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എത്ര പേര് ഒരു നിമിഷം സാർ, കൊല്ലം വരെ എത്തുന്നതിനിടയിൽ എത്ര പേര് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? ഏകദേശം ഈ നവകേരള സദസ്സ് കല്യാശ്ശേരിയിൽ 2 പേർ. അല്ല, അത് കല്യാശ്ശേരിയിൽ 2 പേർ. പ്രധാനപ്പെട്ട അവിടെ ഇങ്ങോട്ട് വന്നാൽ കൊല്ലത്ത് എനിക്കൊന്ന് തോമസിന്റെ അവിടെയും പിന്നീട് ഈ പറയുന്ന 1-2 പ്രവർത്തകർക്കെതിരെയുള്ള മർദ്ദനമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ പറയുന്ന വലിയ സംഭവം. ആ തല്ല് കിട്ടിയത് കേസെടുക്കുന്നതിന്റെ കാര്യമാണ്. അതിനുവേണ്ടി കേരളം മുഴുവൻ ഒരു സംഘർഷഭൂമിയാക്കണം. അത് ഇതിനൊരു ചെറിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഒരു 2 സ്ഥലത്ത് മാത്രമാണ് ഈ അക്രമം നടന്നത് എന്ന് നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. കാര്യം ഈ സംഭവത്തിന് ശേഷവും DYFI പ്രവർത്തകർ എവിടെയൊക്കെയാണ് ആക്രമിച്ചത് നിങ്ങൾ തിരിച്ചടിക്കുന്നതിന് മുമ്പ് ഒന്ന് പറയൂ, കല്യാശ്ശേരിയിലല്ലാതെ? അല്ല, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ എന്ന് പറയുന്നത് കല്യാശ്ശേരിയും ഇതുമാണ്. പക്ഷേ എവിടെയൊക്കെയാണോ ഈ നവകേരള സദസ്സ് നടന്നിട്ടുള്ളത് അവിടെയെല്ലാം ചെറിയതും വലുതുമായ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വലിയ സംഘർഷങ്ങളിലൂടെ പാർട്ടി പ്രവർത്തകർക്കുണ്ടായ മാരകമായ മുറിവും അതുപോലെ തന്നെ പരിക്കുകളുമാണ് പ്രതിരോധിക്കുവാൻ ആയുധങ്ങളും കയ്യിലെടുക്കുവാൻ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടില്ല. പ്രതിരോധിക്കുവാൻ പാർട്ടി നിർബന്ധിതരായത് എന്നാണ് യാഥാർത്ഥ്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ വെഞ്ഞാറമൂടിലെ സംഭവം തന്നെ നമുക്ക് എടുക്കാം. എന്ത് പ്രകോപനമാണ് ഇവിടെ ഉണ്ടായത്? ഇവിടെ രാവിലെ മുതൽ ഇവിടുത്തെ DYFIയുടെ ഗുണ്ടാ സംഘങ്ങൾ ബൈക്കുകളിൽ മാരകായുധങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകരെ വീടുകളിൽ ഇറക്കി പോവുകയാണ്.